ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, തിരുസഭ നമുക്കിന്ന് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാർ ഉപമയാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ മുന്തിരി ശേഖരിക്കുവാൻ വേണ്ടി ഭൃത്യന്മാരെ അവിടെ അയച്ചു. എന്നാൽ കൃഷിക്കാർ അവരെ കൊന്നുകളയുകയും തല്ലി ഓടിക്കുകയും ചെയ്തു. ഇതിലെ കൃഷിക്കാരായി ഉദ്ദേശിക്കുന്നത് നമ്മെ ഓരോരുത്തരെയുമാണ്. കാരണം ദൈവം നമ്മിൽ നിന്നും തിന്മയെ അകറ്റി നമ്മെ നല്ല മനുഷ്യരാക്കി മാറ്റുവാൻ വേണ്ടി തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ നമ്മൾ അവനെ അംഗീകരിക്കാതെ ക്രൂശിച്ചു. എന്നിട്ടും അവൻ സ്വർഗത്തിലെ രാജാവായി നിന്നുകൊണ്ട് നമ്മെ ഒത്തിരി സ്നേഹിച്ചു. എന്നാൽ നാം ആ സ്നേഹം കണ്ടെന്നു നടിക്കാതെ അവനെ വീണ്ടും വീണ്ടും തിന്മകൾ ചെയ്തുകൊണ്ട് വേദനിപ്പിക്കുകയാണ്. എന്നാൽ അവനിനി തൻ്റെ മാലാഖവൃന്ദത്തെ നമ്മിൽ നിന്നും തിന്മയെ അകറ്റി നല്ല മനുഷ്യരാക്കി മാറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നാം അവരുടെ അടുത്തു നിൽക്കുവാനെങ്കിലും യോഗ്യരാണോ? അതിനുവേണ്ടി നാം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നാം ചെയ്തിട്ടുണ്ട് ഒരുപാട് തിന്മകൾ. നാം നമ്മുടെ ജീവിതം കൊണ്ട് പണിതുയർത്തിയ ഗോപുരം നിറയെ തിന്മകളും ദുഷ്പ്രവൃത്തികളും ചീപ്പചിന്തകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുകൊണ്ട് നമുക്കൊരിക്കലും സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അതിന് സാധിക്കണമെങ്കിൽ നാം തിന്മകൾ കൊണ്ട് പണിതുയർത്തിയ ഗോപുരം തകർത്ത് അവിടെ നമ്മുടെ നന്മയും നല്ല പ്രവൃത്തിയും നല്ല ചിന്തയും കൊണ്ടുള്ള ഗോപുരം പണിയണം. അതിനുവേണ്ടി നമുക്കിനിയുള്ള ജീവിതം മാറ്റിവെക്കാം. ആ ജീവിതം കൊണ്ട് നമുക്ക് നമ്മുടെ നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും കൊണ്ടുള്ള ഗോപുരം പണിയാം. അതിലൂടെ നമുക്ക് സ്വർഗരാജ്യം കരസ്ഥമാക്കാം. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഇനിയുള്ള ജീവിതം മുഴുവൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.